ഈ വിഷയത്തിന്റെ രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 31 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ദൈവമക്കൾ ഈ വിഷയത്തോടനുബന്ധിച്ച് വായിച്ചു പഠിക്കണം. ഇതെന്തിനെയാണ് വെളിപ്പെടുത്തുന്ന ഈ വേദഭാഗം? ദാനിയേൽ കണ്ട ഈ ബിംബം, ഈ ബിംബത്തിന്റെ ഭാഗങ്ങൾ എന്തിനെയാണ് വിളിച്ചറിയിക്കുന്നത്? പണ്ടൊക്കെ ഇത് ഇഷ്ടംപോലെ ദേവദാസന്മാർ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് പ്രസംഗിക്കാൻ നമുക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ പറ്റത്തില്ല. പല വിശുദ്ധന്മാരായ ദേവദാസന്മാർ അതിവിദൂര ഭാവിയിൽ ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയും ആ വാഴ്ചയോടനുബന്ധിച്ച് കർത്താവിനോടൊപ്പം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രാവചനിക പുസ്തകങ്ങളിലെ ആ നഗ്ന സത്യങ്ങൾ അനേകർ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ടായിരുന്നു. അവർ പലരും മൺമറഞ്ഞു പോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചുരുക്കം ചിലർ കണ്ടേക്കാൻ എനിക്കറിയത്തില്ല. ഇപ്പോൾ ഉള്ളവരുടെ പ്രസംഗം മുഴുവൻ അനുഗ്രഹവും നന്മയും വിടുതലും 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 വിടുതലും. എല്ലാം മണ്ണാങ്കട്ടെ നടക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന വിഷയമാണിത്. അതിവിദൂര ഭാവിയിൽ ദൈവസഭയ്ക്ക് ലഭിക്കാൻ പോകുന്ന ഒരു മഹത്വരമായ അനുഭവമാണ് ഈ വേദപുസ്തക ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലെന്നുള്ളത് ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്, റോം, 4 ഭരണ സംവിധാനങ്ങൾ ഈ ലോകത്ത് എഴുന്നേറ്റ് വരുമെന്നും ഈ 4 ഭരണ സംവിധാനങ്ങൾ ലോകത്തെ ഭരിക്കുമെന്നും ആ ഭരണങ്ങൾ ഒരിക്കലും മനുഷ്യന് ഗുണമാകത്തില്ലെന്നും 5ാമതൊരു ഭരണം ദൈവപുത്രനായ യേശുക്രിസ്തു ഇരുമ്പും കളിമണ്ണും എന്നുള്ളത് അവസാനത്തെ ജനാധിപത്യത്തെ കാണിക്കുന്നതാണ്. സ്വത്രം. ഭരണ സംവിധാനങ്ങൾ മാറി മാറി ലോകത്ത് വന്നെങ്കിലും ഒന്നും ഗുണമില്ലാതെ പോയി. അവസാനം ഉള്ള ഇന്ന് നമ്മൾ കാണുന്ന ഭരണാധിപന്മാരുടെ ആ വ്യവസ്ഥയാണ് ഡെമോക്രസി, ജനാധിപത്യം. ഈയിടയ്ക്ക് കൊച്ചുങ്ങളോട് ചോദിച്ചു, അടുത്ത നമ്മുടെ കേരളത്തിൽ LDF വരണമെന്ന് ആഗ്രഹിക്കുന്നത് എത്ര പേരുണ്ട്? അപ്പോൾ കൊച്ചു പറയാണ്, ഇവിടെ LDF വരണ്ട, ഇവിടെ UDF വന്നാൽ മതി. ഇത് ചിലർ പറഞ്ഞു UDF വേണ്ട, BJP വന്നാൽ മതി. എൻ്റെ പൊന്ന് ദൈവമക്കളെ, ഏത് രാഷ്ട്രീയ പാർട്ടി മനുഷ്യനെ ഭരിച്ചാലും ആ ഭരണം സുശക്തമല്ല. അത് ഇരുമ്പും കളിമണ്ണും കൊണ്ടുവന്നതുപോലെ ഒരിക്കലും നമുക്ക് ചേരുകയില്ല. ഇരുമ്പും കളിമണ്ണും കൂടി ചെയ്യുമോ? അതുപോലെ ഈ ലോകത്തിന്റെ ഭരണ സംവിധാനം, മനുഷ്യനുണ്ടാക്കുന്ന ഭരണ സംവിധാനങ്ങൾ മനുഷ്യന് ഗുണമാകത്തില്ല. പിന്നെ ഏത് ഭരണം വരണം പാസ്റ്ററെ? യേശു ക്രിസ്തു ലോകം ഭരിക്കണം. 1000 ആണ്ട് ലോകം ദൈവപുത്രനായ യേശു ക്രിസ്തു ഭരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളും യഹൂദ ജാതിയും എല്ലാവരും ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന എല്ലാ ജാതിമതസ്ഥരായവർ ദൈവമക്കളായി തീർന്നവർക്കും യഹൂദ ജാതിക്കും സർവർക്കും യേശു ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിൽ സുശക്തമായൊരു ഭരണം നമുക്ക് ലഭിക്കും. കഷ്ടതകളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു സുശക്തമായ ഭരണത്തിന്റെ കീഴിൽ സന്തോഷിച്ചുല്ലസിക്കുന്ന ഒരു സമയം വരുന്നു. ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം അത് ഒരുക്കി വെച്ചിരിക്കുന്നു. എത്ര പേരത് വിശ്വസിച്ച് ആമേൻ ചൊല്ലോ? ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പീഡകളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും വെല്ലുവിളികളും സാത്താന്റെ എല്ലാവിധ പോരുകളും ഒക്കെയും മാറി ഈ 1000 ആണ്ട് വാഴ്ചയിൽ സാത്താനെ ബന്ധിക്കുമെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെങ്കിൽ ഇപ്പോഴും അത് പറയാൻ എനിക്ക് ഹേമം തരുന്നതുകൊണ്ട് ഞാനത് പറയുക. എടുക്കാം, വെളിപ്പാട് ദിവസം എടുക്കാം. ഇത് പല പ്രാവശ്യം പറഞ്ഞ് പല പ്രാവശ്യം കേട്ട് എന്നാൽ മാത്രമേ ഇത് ഹൃദയത്തിലോട്ട് കയറത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ദൈവമൊക്കെ ക്ഷമിക്കുക. വേദപുസ്തകത്തിലെ സത്യങ്ങൾ 1-2 പ്രാവശ്യം കേട്ടാലൊന്നും ആൾക്കാർക്കൊന്നും മനസ്സിലാകത്തില്ല. അത് പിന്നെയും പിന്നെയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. 20-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് 20-ന്റെ 1, 2, 3. ആമേൻ. കണ്ടു. ആമേൻ. 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 ആമേൻ.
മതി നല്ലത്. ആ അതിന്റെ ശേഷം അവന്റെ ചീട്ട് കീറാൻ വേണ്ടി അല്പകാലത്തേക്ക് അഴിച്ചു വിട്ടിട്ട് അവസാനം ഒരു വലിയ യുദ്ധം നടന്ന് അതോടുകൂടി അവനെ പിടിച്ച് എന്ത് ചെയ്യുക? നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇന്നും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് ബുഷ് അല്ല, മോദി അല്ല, ഇവിടുത്തെ ഭരണാധികാരികളല്ല. ഇനിയെങ്കിലും ദൈവമക്കളായ നമ്മൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഏദൻ പൂങ്കാവനത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് അവിടെ ആക്കി തോട്ടം കാപ്പാനും അതിലെ സകലവിധ ഫ്രൂട്ട്സൊക്കെ ഭക്ഷിച്ച് ആനന്ദകരമായി ജീവിതം നയിച്ച് മുമ്പോട്ട് പോകാൻ ദൈവമാക്കി വെച്ച മനുഷ്യൻ അരുത് എന്ന് പറഞ്ഞ കൽപ്പന ലംഘിച്ചപ്പോൾ തോട്ടത്തിൽ കൊണ്ടാക്കിയവൻ തന്നെ അടിച്ച് പുറത്താക്കി. പുസ്തകത്തിലുള്ള കാര്യമാണേ, എടുത്തു വായിച്ച് സമയം കളയാനില്ല. അതിനുശേഷം മനുഷ്യൻ പാപത്തിൽ വീണ ചരിത്രമാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. പിന്നെ സ്ത്രീയുടെ സന്തതി വന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്നത് വരെ മരണമെന്ന പ്രതിഭാസം മനുഷ്യനിൽ ഉണ്ടായിരുന്നു. ആ മരണമെന്നുള്ള പ്രതിഭാസം ഉണ്ടായിരുന്നെങ്കിലും അവന് ടെമ്പററി ആയി രക്ഷപ്പെടാൻ ഒരു പ്രമാണം ദൈവം കൊടുത്തിരുന്നു. ആ പ്രമാണത്തിന്റെ പേരാണ് യാഗം കഴിച്ച് നിയമം ചെയ്യുക. ന്യായപ്രമാണത്തിന്റെ ഒരു വ്യവസ്ഥ. സങ്കീർത്തനം 50:5 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 50:5. ഇത് വളരെ ഗഹനമായ പഠന വിഷയങ്ങളാണ്. ഹല്ലേലൂയ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്യുന്നവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. ആരാണ് യാഗം കഴിച്ച് നിയമം ചെയ്തവർ? സാമ്പാസും തോന്നിച്ചാലും നമ്മളൊക്കെ യാഗം കഴിച്ച് നിയമം ചെയ്തവർ യഹൂദന്മാരെന്ന്. അവർ പാപം ചെയ്യും, ഒരു മൃഗത്തെ കൊണ്ടുവന്ന് യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യും. അപ്പോൾ ആ കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യും? ടെമ്പററി ലോ എന്നുള്ള നിലയിൽ ആ പാപം അവർക്ക് ക്ഷമിക്കപ്പെടും. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ജീവിതത്തിൽ യാഗം കഴിച്ച് നിയമം ചെയ്യും. ഏതെങ്കിലും യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊരു ഉപദേശി പറഞ്ഞ് എന്നെ ഓർത്തു പോവുക. പ്രാവൻ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ ചെറിയ പാവം, ചെറിയൊരു കാളക്കിടാവിനെയും കൊണ്ട് പോകുമ്പോൾ ചെറിയ പാവം, വലിയൊരു മൃഗത്തെ കൊണ്ട് പോകുമ്പോൾ തന്നെ അടുത്തവർ വിളിച്ചു ഇടാ കള്ളാന്ന് പറഞ്ഞ് വിളിക്കുമെന്ന്. കാരണം മൃഗത്തിന്റെ വലിപ്പം കണ്ട് പാപത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവർ പാപം ചെയ്യുകയും യാഗങ്ങൾ കഴിച്ച് അവരെ രക്ഷപ്പെടുകയും ചെയ്തു. ഒരു ടെമ്പററി ലോ എന്നുള്ള നിലയിൽ. എബ്രായ ലേഖനം പഠിപ്പിച്ച് പറയാൻ സമയമില്ല. യേശുക്രിസ്തുവാകുന്ന പരമയാഗം നടന്നതോടുകൂടി ഇനി ഒരു യാഗത്തിന് ആസൂത്രം എന്തില്ല, സാധ്യതയില്ല. വേണമെങ്കിൽ അതൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ചിലപ്പോൾ ചിലരൊന്നും അത് വായിക്കാത്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ഈ യൂട്യൂബിലൂടെ മെസ്സേജ് കേൾക്കുമ്പോഴേ ഇതിനെക്കുറിച്ചൊന്നും വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ. അതിനുവേണ്ടി 10:8 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 10:8. ആമേൻ ആമേൻ ആമേൻ. സ്വത്രം ഇച്ഛിച്ചില്ല, അത് പ്രസാദിച്ചതുമില്ല. പറഞ്ഞ ശേഷം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാതെ അടുത്ത് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയും. ന്യായപ്രമാണം പ്രസംഗിച്ച് കൊഴയുന്നവരെ യേശുക്രിസ്തു എന്ന പരമയാഗത്തെ സ്ഥാപിപ്പാൻ ഒന്നാമത്തെ യാഗങ്ങളെ ദൈവം നീക്കിക്കളയുന്നു. ഇതൊക്കെ ആത്മീക മർമ്മങ്ങളാണ്, ജുവൽസുകളാണ് ഈ വാക്യങ്ങൾ. അടുത്ത വായിച്ചാട്ടെ പാസ്റ്റർ. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത ഏത് പുരോഹിതൻ ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങൾ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അവിടെ നിൽക്കട്ടെ, വായിക്കണേ, ശ്രദ്ധിച്ചാട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. എന്തിനാ ഇങ്ങനെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ. ഇവരെയൊക്കെ മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ യേശുക്രിസ്തുവാകുന്ന യാഗമൃഗം വരുന്നത് വരെ നിഴലായിട്ടുള്ള യാഗം മൃഗത്തിലൂടെ കഴിച്ച് നിൽക്കണമെന്ന് ദൈവവ്യവസ്ഥ. അതിനുവേണ്ടിയാണ് കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ സ്ഥലം അല്ല, കൃപാസനം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. 3 സ്ഥലങ്ങളുണ്ടല്ലോ അല്ലേ? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. സോറി, കറക്റ്റ്.
അപ്പൊ ഇവര് ഈ യാഗം കഴിക്കുന്ന എന്തിനാ? പാപമോചനത്തിന് വേണ്ടിയാ. ഈ ജനത്തിന് വേണ്ടി ആണ്ടിലൊരിക്കൽ പുരോഹിതൻ യാഗം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? പാസ്റ്റർ പറഞ്ഞു, പുരോഹിതന്റെ ഒരു കൈയിൽ തനിക്കും മറുകൈയിൽ ജനത്തിനും. ഈ രണ്ട് രീതിയിൽ പുരോഹിതന് വേണ്ടിയും ജനത്തിന് വേണ്ടിയും മധ്യസ്ഥ ചെയ്യുക. ആ പുരോഹിതന്റെ കയ്യിൽ തനിക്ക് വേണ്ടി യാഗമില്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് പുള്ളി ജനത്തിന് അതിന് തട്ടിപ്പോകും. അപ്പൊ രണ്ടുപേർക്കും വേണ്ടിയും ഒരു കൈയിൽ പുരോഹിതനും ഒരു കൈയിൽ ജനത്തിനും വേണ്ടി ഈ യാഗമൃഗത്തിന്റെ രക്തവുമായിട്ട് പുരോഹിതൻ കയറിച്ചത്. അത് കൂടെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കണം. അവർ മരിക്കുന്നവർ ചെയ്യണം, പാപം ചെയ്യുക കഴിക്കുക, പാപം ചെയ്യുക കഴിക്കുക. അപ്പൊ തന്നെ എന്തോ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 32:1. അപ്പോൾ ലംഘനം പാപം മറയ്ക്കാൻ വേണ്ടിയുള്ള യാഗമായത്, പാപമോചനത്തിന് വേണ്ടിയുള്ള യാഗമല്ല. പാപമോചനത്തിന് വേണ്ടിയുള്ള യാഗമല്ല അവർ കഴിച്ചുകൊണ്ടിരുന്നത്, പാപത്തെ മറയ്ക്കാൻ വേണ്ടിയുള്ള യാഗമാണ്. ന്യായപ്രമാണം വിധികൽപ്പന നടത്തിയത്, മോശിക പ്രമാണം. ഇനി മനുഷ്യന്റെ പാപത്തിന് മോചനമോ? മർക്കോസ് 2:5-10 പെട്ടെന്ന് എഴുതിയിടുകയും വായിക്കുകയും ചെയ്തു. പെട്ടെന്ന് മർക്കോസ് 2:5-10. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 2:5-10. അവിടെയാണ് പാപമോചനം വരുന്നത്. യേശു ക്രിസ്തുവിലൂടെയാണ് മാനവജാതിക്ക് പാപമോചനം വരുന്നത്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടായി യേശു ക്രിസ്തു അറുക്കപ്പെട്ടതിലൂടെയാണ് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിനാണ് ഈ ലോകത്തിൽ പാപത്തെ മോചിക്കാനുള്ള ഏക അവതാര പുരുഷനെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. അതൊന്നും മനസ്സിലാക്കിയാതെയാണ് കറുത്ത മുണ്ട് കൊടുത്ത് വ്രതമൊക്കെ എടുത്ത് താടിയൊക്കെ വളർത്തി കഴുത്തിൽ മാലയൊക്കെ ഇട്ട് 40 ദിവസം വ്രതമെടുത്ത് പാപമോചനത്തിന് വേണ്ടി ശബരിമല ചവിട്ടുന്നത്. ഇതിനെല്ലാം സഹിക്കാൻ കുരിശും പിടിച്ചോണ്ട് കുറേ എണ്ണം പോകുന്നുണ്ട്. അതാണ് സഹിക്കാൻ പാടില്ല. കുരിശും പിടിച്ചോണ്ട് കാവ്യ വസ്ത്രം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? മല ചവിട്ടുക, അതും പാപമോചനം. പണ്ട് എനിക്കാണല്ലോ സാധുസുന്ദർ സിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. ഹിന്ദുക്കളോടാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഗംഗാ നദിയിൽ പോയി മുങ്ങുമ്പോൾ നിങ്ങളുടെ പാപമോചനം ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു പാവക്ക് കൂടി കൊടുത്തു വിട്ട് ഇതുകൂടി കൊണ്ടുവന്ന് ഒന്ന് മുക്കിക്കൊണ്ടുപോവാ. അവരതുപോലെ മുക്കിക്കൊണ്ടുവന്നു. ആ പാവക്ക കറി വെച്ച് വായിൽ വെച്ച് കൊടുത്തപ്പോൾ കയ്പ മാറിയില്ല. അതുപോലെ നിങ്ങളുടെ പാവങ്ങളൊന്നും മോചിക്കപ്പെട്ടിട്ടില്ല. ഈ പാവക്കയുടെ കയ്പ മാറാത്തതുപോലെ നിങ്ങളുടെ പാവങ്ങൾക്ക് ഒരു പരിഹാരവും വന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിനക്ക് പാപമോചനം കിട്ടും. അതാണ് ചുരുണ്ടുകൂടി MRFന്റെ ടയർ പോലെ കിടന്നവനെ 4 എണ്ണം പൊക്കിയെടുത്തുകൊണ്ട് വന്ന് യേശു ക്രിസ്തു ഇരിക്കുന്ന വീട്ടിലേക്ക് സ്ഥലമില്ലായിയാൽ വീടിന്റെ മേൽപ്പൂര പൊളിച്ച് എന്തൊരു സാഹസമാണ് ചെയ്തത്. മേൽപ്പൂര പൊളിച്ചിട്ട് കട്ടിലിന്റെ 4 ഭാഗത്തും കയറ് കെട്ടി, ഏതെങ്കിലും ഒരു കയറ് ലൂസായ പൊത്തോന്നും പറഞ്ഞു വന്നെടുത്തില്ല. വളരെ ബാലൻസോടുകൂടി ഈ 4 പേരും കർത്താവിന്റെ മുൻപാകെ ഇവരെ ഇറക്കി വെച്ചു. ആ സാഹസം കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്. ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്, മകനേ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നു. അവിടെയാണ് പാപമോചനം യഥാർത്ഥമായി. മനസ്സിലായോ? ന്യായപ്രമാണത്തെ യാഗങ്ങളൊക്കെ പ്രസംഗിച്ചു കൂട്ടിയാൽ നല്ലതാണ്, കേൾക്കാൻ രസമാണ്, കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ രസമാണ്. യേശു ക്രിസ്തുവിന്റെ ബലിമരണത്തിലൂടെയാണ് പാപമോചനമെന്ന് ശക്തിയോടെ നമ്മൾ പ്രസംഗിച്ച് സ്ഥാപിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പാപമോചനം കിട്ടുന്നത്. ഓ ഹല്ലേലൂയ! പാപമോചനം ലഭിച്ചാൽ മാത്രമേ അവന് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള സുവിശേഷം ഈ ദിവസങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിനക്ക് പാപമോചനമുണ്ട്. ആ പാപമോചനം പ്രാപിച്ചവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിന്റെ ഭാവമുള്ളവനായി ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായി അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർന്നു കഴിയുമ്പോൾ കർത്താവിന്റെ വരവിൽ നിനക്ക് പോകാം. ഇല്ലെങ്കിൽ നിന്റെ പോക്ക് വേറെ വല്ലയിടത്തും ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇനി ഇവിടെ എബ്രായ ലേഖനത്തിൽ കർത്താവിന്റെ വായിച്ച ആ 2-ാമത്തെ വാക്യത്തിലേക്ക് 12-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. 10:12 12ഉം 13ഉം. പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദത്തിൽ കാത്തിരിക്കുന്നു. അടുത്ത ഏകയാഗത്തെ
ഏകയാഗത്താൽ വിശുദ്ധീകരിക്കുന്നവർക്ക് വേണ്ടി സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി. സൽഗുണപൂർത്തി വരുത്തി. സകല മനുഷ്യർക്കും വേണ്ടി ദൈവപുത്രനായ യേശുക്രിസ്തു സൽഗുണപൂർത്തി വരുത്തി. തന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ഒരു പുതിയ വഴി അവൻ നമുക്ക് തുറന്നു തന്നു. അതിലൂടെ മാത്രമേ സ്വർഗത്ത് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് കർത്താവ് തന്ന പ്രമാണം. കർത്താവ് ഈ പ്രമാണം ആർക്ക് കൊടുത്തു? അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. അയ്യോ, അവരൊന്നും MTH BTH മാസ്റ്റർ പിടിത്തം എടുത്തവരല്ലല്ലോ. അല്ലല്ലോ, അന്നത് ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നല്ലോ. നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചല്ലേ MTH മാറ്റി CTH എല്ലാം. തലതിരിഞ്ഞ ഡിഗ്രികളൊക്കെ നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചേ. അന്ന് അവരൊന്നും ഉണ്ടാക്കി വെച്ചില്ല. ആരണ്ട് ഒരിക്കൽ ചോദിച്ചു, ശിഷ്യന്മാർ ഏത് വൈകോളയിലാ പഠിച്ചത്? പരകസി ചോദിക്കുക. അപ്പൊ നല്ല ചുളക്കുട്ടനായ ഒരു ഉപദേശം പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ വൈകോളയിലാ പഠിച്ചത്. 3.5 വർഷം പഠിച്ചു. അത് 3.5 വർഷം. ഇപ്പൊ 33 വർഷം പഠിച്ചിട്ട് തലയിൽ തിരിഞ്ഞിരിക്കുക, ഒരു ഗുണമില്ലാതെ. 3.5 വർഷം കർത്താവിന്റെ കൂടെ കൊണ്ടുവരുന്നത് പഠിപ്പിച്ചു. പഠിച്ചിട്ട് എന്താ പറഞ്ഞു രാജപാസ്റ്റർ? എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അവർ പോയി സാക്ഷികളായി. അവർ രക്തസാക്ഷികളായി തീർന്നു. ഇന്നത്തെ സാക്ഷികളെ കൊണ്ട് എന്തു ഗുണം? ഞാനുൾപ്പെടെ എന്താ ഗുണം? എന്തെങ്കിലും ഗുണം എന്നെ കൊണ്ടുണ്ടോ? അറിയത്തില്ല. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്ന ദിവസം. കർത്താവേ, ഞങ്ങളുടെ ശിഷ്യഗണങ്ങൾ സാക്ഷ്യം വഹിച്ചതുപോലെ സാക്ഷ്യം വഹിച്ച് ഒരു രക്തസാക്ഷിയായി തീരാനുള്ള ഭാഗ്യം എനിക്കൊന്ന് തരാമോ? ചോദിക്കാൻ ദൈവത്തോട്. എനിക്ക് ഭയങ്കര സന്തോഷം. ജീവിക്കുന്നതിൽ ക്രിസ്തു, മരിക്കുന്ന ലാഭമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിൽ ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് വെച്ചിട്ട് തന്നുകൊണ്ടിരിക്കുക. വേറൊരു ഭാഗമുണ്ട് ഫിലിപ്പി ലേഖനത്തിൽ, അതുകൂടി ഒന്ന് വായിച്ചാട്ട്. ജീവിക്കുന്നതിൽ ക്രിസ്തു, മരിക്കുന്ന ലാഭം. പിന്നെ ഒരു വേറൊരു ഭാഗമുണ്ടല്ലോ, ഇതൊക്കെ മറപ്പിച്ചു കളയുതാത്ത. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് ആംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ഉത്തമമുണ്ട്, അത്യുത്തമമുണ്ട്. അത്യുത്തമം ഏതാ? യേശു ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നതാണ്. വിശ്രാമ സ്ഥലത്തായിരിക്കുന്നതാണ്. ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ്. ഈ ദുഷ്ടത നിറഞ്ഞ, പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ ദുഷ്ടസാത്താന്റെ നിയന്ത്രണത്തിലുള്ള ലോകത്തിൽ നിന്ന് ഒരു ദൈവവൈതൽ മാറ്റപ്പെട്ട് വിശ്രാമ സ്ഥലത്തായിരിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമമെന്ന് പൗലോസ് പഠിപ്പിക്കുക. നമ്മളിവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുക. ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ ഒരു 10 വർഷം കൂടി ജീവിച്ചിരിക്കാനുള്ള മരുന്ന് വല്ലതും കിട്ടും? എന്തിനാ ജീവിച്ചിരിക്കും? എന്തിനാന്നേ 10 വർഷം ജീവിച്ചിരുന്നിട്ടേ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അത്യുത്തമം. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ആ ദർശനത്തിലേക്ക് ദൈവമക്കൾ വരാം. അതാണ് യഥാർത്ഥ ദൈവം. അല്ല, മരിക്കാൻ പോവാണെന്ന് ഡോക്ടർ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കിട്ടത്തോടുകൂടി ചാകണമല്ല. മരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ആരാ ഈ ലോകത്ത് മരിക്കാതിരിക്കുന്നത്? പണ്ടൊരുത്തം പറഞ്ഞു, ഞാൻ മരിക്കത്തില്ല, ഒരു ജില്ലയിലും മരിക്കത്തില്ല, പാമ്പ് കടിച്ചു അങ്ങനെയൊന്നും മരിക്കത്തില്ലെന്ന് പറഞ്ഞ് ഒരു സമുദ്രത്തിൽ പോയി താമസിച്ചെന്നാ പറയുന്നത്. അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പാമ്പിറങ്ങിയെന്ന് അവരെ കൊത്തി ചത്തെന്നാണ് കഥ. അപ്പം മരണം എല്ലാവർക്കും ഉണ്ട്. പണ്ഡിതനും പാമരനും കുചേലിനും കുബേരനും ലോകത്തുള്ള സകല മനുഷ്യർക്കും ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കും. ദൈവത്തിൻ്റെ നിയമനമാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷം ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ച പലതുണ്ട് ഇവിടെ. നമ്മളത് എടുത്ത് പഠിക്കണം പുസ്തകത്തിലൂടെ. മരണത്തെ ഭയപ്പെടുന്നവരല്ല ദൈവമക്കൾ. സാധു കുത്തുന്യൂദേശി മരിക്കാൻ നേരത്ത് ഇങ്ങനെ പറഞ്ഞു എന്നാണ് തൻ്റെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച് കേട്ടത്. സാധു കൊച്ചു ന്യൂദേശി ഇതാ മരണം വഴിയായി സ്വർഗസീയനിലേക്ക് പോകുന്നു, സന്തോഷത്തോടെ പോകുന്നു. ഓരോരുത്തരും മരിക്കാൻ നേരത്ത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒരു 45 വയസ്സുള്ള ഒരു മുസ്ലിം സഹോദരൻ അറ്റാക്ക് വന്ന് മരിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. പിന്നെ ഞാൻ കാണാറില്ല. കിടന്ന കട്ടിലിൻ്റെ ആ 2 സ്ഥലത്തും ചവിട്ടിയ വേദന സഹിക്കാൻ കഴിഞ്ഞിട്ട് ചവിട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഉൾഭാഗം കട്ടിലിനുള്ളിലോട്ട് കയറിപ്പോയി തോന്നിപ്പോയി. കൈയൊക്കെ ഇങ്ങനെ ബലമായിട്ട് പിടിച്ച് അറ്റാക്കിൻ്റെ ആ മൂർധന്യാവസ്ഥയിൽ ഹൃദയം പൊട്ടി മരിക്കുന്നത് ഡോക്ടർമാർക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. എനിക്ക് 25 വർഷം മുമ്പ് നടന്ന സംഭവം.
ഇന്നിപ്പോൾ കുറേ പമ്പിങ് ഇടിയൊക്കെ കൊടുത്ത് ചിലപ്പം കൊണ്ടുവരാമെന്നുള്ള സാധ്യത അന്നതൊന്നും കാര്യമായിട്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണം എപ്പോൾ വേണമെങ്കിലും മനുഷ്യനെ പിടിക്കാം. ഏത് സമയത്തും മരണത്തെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ വരവിൽ, കർത്താവിൻ്റെ ആ പ്രത്യക്ഷതയിൽ രൂപാന്തരമോ ഉയർപ്പോ കിട്ടത്തക്ക നിലയിൽ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. പ്രത്യാശയോടെ നമുക്ക് മരണത്തെ എതിരിടാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് വിട്ടുപോയി നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ വരുന്നു എന്നുള്ളതാണ് ഒരു ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ സന്തോഷകരമായ അവസ്ഥ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എന്തൊക്കെ കഷ്ടതയിൽ ജീവിച്ചു പറ. എന്തൊക്കെ പറഞ്ഞു? നമ്മൾ രോഗങ്ങളായി പിന്നോട്ട് കയറിയോ പറഞ്ഞു എൻ്റെ മുട്ടിന് വേദന. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. ഓരോരോ ക്രൈസിസിനെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇതിലൂടെ കടന്നു പോകാത്ത മനുഷ്യരാരുമില്ല. എല്ലാവരും കടന്നുപോകും. കാരണം ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. എന്നാൽ ഈ വാർദ്ധക്യത്തിലായിട്ട് നമ്മുടെ യാക്കോബ് ഇച്ചിരി കുഴപ്പടിയൊക്കെ കാണിച്ചെങ്കിലും യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞേ ബാക്കി പാസ്റ്റേ, ചൈതന്യം. മരിക്കാറായി കിടന്ന മനുഷ്യൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവിടെ ചൈതന്യം വന്നു. അതുപോലെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിലും, മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിലും, കർത്താവ് തന്റെ ദൂതന്മാരുമായി വാനവേഗത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ള വചനത്തിന്റെ വെളിപ്പാടുകൾ ഹൃദയത്തിനുള്ളിൽ സംഗ്രഹിച്ച് കർത്താവിൽ അവരെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലിന് മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. ഹേ മരണമേ നിന്റെ ജയമവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. ഓ, പാപത്തിന്റെ ശക്തി ഒരു വ്യാഖ്യാനം തരണം. അതാരും തരാൻ മരണ വീട്ടിൽ കിടന്ന് വലിയ വീമ്പിളക്കി മരണത്തിന് ന്യായപ്രമാണം എന്നൊക്കെ പ്രസംഗിക്കും. പാസ്റ്റേ അതിനൊരു ചെറിയൊരു ഒരു 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 വിശദീകരണം തരണമെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കിപ്പോൾ സമയമില്ല, ഇത് കഴിഞ്ഞ് വേറൊരു അടക്കമുണ്ടെന്ന് പറഞ്ഞ് പുള്ളി പോകും. ഞാൻ പറയാൻ പറ്റത്തില്ല. ന്യായപ്രമാണം മനുഷ്യനെ കൊന്നുകൊണ്ടിരുന്നു എന്നാ വേദോത്സവം പഠിപ്പിക്കുന്നത്. ന്യായപ്രമാണം മരണത്തിൻ്റെത്, ഇരുട്ടിൻ്റെത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം, വിഷയം ഇങ്ങനെ കയറി വരുന്നുണ്ട്, കാര്യങ്ങൾ പഠിച്ചു പോകുന്നത് നല്ലതാണെന്ന് എൻ്റെ ഓർമ്മ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം പടേന്നെടുത്ത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. ന്യായപ്രമാണം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. 3-ാം അധ്യായം 1 മുതൽ വായിക്കേണ്ട 2 കൂട്ടൊക്കെ വായിച്ചാലും മതി. അല്ല, ഇവിടെ 6 തൊട്ട് വായിച്ചോ പാസ്റ്റർ? അല്ല, 5 തൊട്ട് വായിച്ചോ. 5 തൊട്ട് വായിച്ചോ. അല്ലല്ല, ആമേൻ. പ്രാപ്തരാക്കി. അടുത്ത അല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അടുത്ത അക്ഷരം കൊല്ലുന്നു. അപ്പൊ അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അക്ഷരത്തിന്റെ പ്രമാണം അത് കൊല്ലുന്നു മനുഷ്യനെ. അടുത്ത ഓ, മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ ആയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയും. മറ്റത് മരണത്തിന്റെ ശുശ്രൂഷ, കൊല്ലുന്ന ശുശ്രൂഷ. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഈ വചനം നമ്മൾ കേട്ട് അനുസരിച്ച് കഴിയുമ്പോൾ ആത്മീക ജീവനിലേക്ക് നമ്മൾ നടത്തപ്പെടുക ചെയ്യും. ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? യേശുക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പ്രസംഗിക്കുമ്പോൾ ഞാനത് വിശ്വസിക്കുന്നു പാസ്റ്റേ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക. അവന്റെ ആത്മാവിന്റെ രക്ഷ അവിടെ നേടുകയാണ് ചെയ്യുന്നത്.
പിന്നെ അടുത്ത പടി സ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാട്, ആദ്യ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. അത് നിത്യജീവനിലേക്ക് സ്വത്രം പോയിക്കൊണ്ട് നീരുറവയായി തീരും. നിത്യജീവൻ യേശു ക്രിസ്തുവിലാണുള്ളത്. അത് തെളിയിക്കാനാണ് ആ ഭാഗം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ രാജവാഴ്ചയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കണം. ഈ സന്ദേശം നമ്മൾ ആഴത്തിൽ ഗ്രഹിക്കണം. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലിലേക്ക് ഞാൻ വരികയാണ്. ഏതാണ് ഈ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല്? ഈ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലെന്നുള്ളതിനൊരു വ്യാഖ്യാനമുണ്ടല്ലോ. അതെന്തുവാ? നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജനിച്ചു വീണത് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായിട്ടോ മകളായിട്ടോ ജീവിച്ചു. ജഡപ്രകാരമുള്ള ജഡം. നിക്കി തോമസിനോട് പറഞ്ഞു, ജഡത്താൽ ജനിച്ച നീ ജഡമാണ്, നിനക്ക് ഈ ഇരിപ്പിരുന്ന് സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. നീ ശ്രദ്ധിക്ക, നീ പുതുതായി എന്നാലും നിനക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ പറ്റുന്ന നിക്കി തോമസിനോട് പറഞ്ഞു. ആരാ? ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ്. സ്വത്രം. അപ്പോൾ നമ്മുടെ ജഡപ്രകാരം ജനിച്ച ഈ ജനനം കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. നമ്മളിലൊരു ജനനം നടക്കണം, ഒരു മാനസാന്തരം ഉണ്ടാകണം. വേദപുസ്തക ഭാഷയിൽ പറഞ്ഞ ഒരു ഭാഷ പറഞ്ഞാൽ ഹൃദയ പരിച്ഛേദന നടക്കണം. ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തതുകൊണ്ടാണ് തേപ്പാനസിനെ കല്ലെറിഞ്ഞു പോകുന്നത്. ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദന വേണം. അപ്പോഴാണ് ഈ വചനം കേട്ട് അനുസരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലെന്നുള്ളത്, യേശു ക്രിസ്തു ഈ ലോകത്തിൽ പിറന്നു വീണത് പരിശുദ്ധാത്മാവിലാണ് ഉത്പാദിതമായി. ഒരു മനുഷ്യ ബീജവും അതിന് സ്വതന്ത്രം നിദാനമല്ല. അതാ കൈതൊടാതെ പറഞ്ഞു വരുന്നത്. യാതൊരു സാധ്യതയുമില്ലാതെ, ഈ ഭൂമിയിലെ യാതൊരു മനുഷ്യന്റെ യാതൊരു ഇടപെടലുമില്ലാതെ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല്, ദൈവം അയച്ചിട്ട് വരുന്ന കല്ല്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ പിറന്നത് പരിശുദ്ധാത്മാവിലാണ്. മനുഷ്യജാതി മുഴുവൻ പണ്ടൊരു ഉപദേശിമാര് തമ്മിൽ തർക്കമുണ്ടായി. യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് എന്താ വീണ്ടെടുപ്പിന് കാരണമായി തീർന്നത്? അത് പാപമില്ലാത്ത രക്തമാണ്. മനുഷ്യരുമായിട്ടുള്ള സങ്കലനത്തിൽ പിറന്നതാണെങ്കിൽ അതിന് പാപമുണ്ട്. അത് കുഞ്ഞുനാളിലേ അത് പാപമാണ്. അത് ഈ കുഞ്ഞുങ്ങളൊക്കെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളിൽ പോലും പാപമുണ്ട്. അത് തെളിയിക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൊച്ചിനെ ഈ പാസ്റ്റർ വേറൊരു കൊച്ചിനെ എടുത്ത് പാസ്റ്ററിന്റെ കയ്യിലോട്ട് വെച്ചിങ്ങനെ ലാളിച്ച് കാണുമ്പോൾ ഈ 3 എണ്ണം കൂടി പാസ്റ്ററെ തിന്നാൻ പറ്റും. എന്താ കാര്യം? എൻ്റെ അപ്പനെടുക്കുക അസൂയ. കുഞ്ഞുങ്ങൾക്ക് ഇത്രേ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അസൂയുണ്ട്. സ്വത്രം. ഞങ്ങളുടെ പപ്പ മറ്റു കുഞ്ഞിനെ ലാളിക്കുന്നല്ലേ എന്ന് പറഞ്ഞ് വേഗത്ത് അടിക്കുന്നു, പിടിക്കുന്നു, കടിക്കുന്നു, എല്ലാം ചെയ്യും. അവർക്ക് അവരുടേതായ എന്താ ഉള്ളിലാ ഇത് കിടക്കുക, ദുഷ്ടു കിടക്കുക. അത് പോണം. അത് പോയാലേ വീട്ടു ജനനത്തിലേക്ക് നടത്തും. അതുകൊണ്ടാണ് പറഞ്ഞ സകല ദുഷ്ടതയും എല്ലാ ചരിവും വ്യാജഭാവം അസൂയം തുടങ്ങി നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പൊ സകലത്ത് ലോകത്തിൽ പിറന്നു വീഴുന്ന സകല മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ട്? അവരിൽ പാപമുണ്ട്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും അവരെയും പിന്തുടർന്നുകൊണ്ടേയും. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ പാപനിമിത്തം റോമർ 8:10 വായിച്ചു. എന്നോടൊരു സഹോദരി ചോദിച്ചു, റോമർ 8:10 ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. നിങ്ങൾ എപ്പോഴാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഒന്ന് വായിച്ചു റോമർ 8. ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം. അപ്പൊ ഈ പാപം ചെയ്ത ശരീരത്തിൽ നമ്മൾ മരിക്കണം, മരിച്ചേ പറ്റൂ. ഇപ്പൊ വേറൊരു കൂട്ടർ പറയുന്നുണ്ട്. ഇപ്പം ഒരു ഉപദേശ പ്രസംഗം ഞാൻ പറയാൻ പോകുന്നു, കേൾക്കണേ. വേറൊരു കൂട്ടർ പറയുന്നത് എല്ലാവരും മരിച്ചേ പറ്റുള്ളൂ. എല്ലാവരും മരിക്കണമെന്നൊന്നുമില്ല. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ജീവനോടിരിക്കുന്നവർക്ക് എന്ത് കിട്ടും? ഉയർപ്പോ? പിന്നെ രൂപാന്തരം. ഞാൻ ചോദ്യം ചോദിക്കാം, അതുകൊണ്ട് ഇങ്ങനെ മര്യാദയ്ക്ക് ഇരുന്നോണം, ഈ ശ്രദ്ധിച്ച് കേട്ടിട്ടിരുന്നോണം. സ്തോത്രം. കർത്താവിന്റെ വരവിൽ ജീവനോടിരിക്കുന്നവർക്ക്, മരിച്ചുപോയവർക്ക്. അപ്പൊ എല്ലാവരും മരിക്കണമെന്നുള്ള നിർബന്ധം എന്താ? ഒരു കൂട്ടരൂടെ പറയുന്നുണ്ട്, എല്ലാവരും മരിച്ചേ പറ്റൂ.
മോശയും പിന്നെ ഏലിയാവും വന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പ്രസംഗിക്കാൻ വരുന്ന രണ്ടുപേരുണ്ട്. അപ്പോൾ ചെല്ലു പറയുക ആ ഏലിയാവല്ല വരുന്നത്, പിന്നെ ആരാ വരുന്നത്? ഹാനോക്കാ വരുന്നത്. അവരിടന്ന് തർക്കിക്കുക. നമുക്ക് തർക്കവും മാറുന്നില്ല. മോശയും ഏലിയാവാണെന്ന് അനേക വാക്യങ്ങളിലൂടെ സമർത്ഥിക്കാൻ എനിക്ക് കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സ്തോത്രം. അപ്പോൾ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ ട്രൂത്ത് ദൈവം പറഞ്ഞതാണ്. അപ്പോൾ കർത്താവിൻ്റെ ഒരു എല്ലാവരും മരിച്ചു പോകണമെന്നില്ല. മരിക്കാത്തവരെയും കൂടി കൊന്നിട്ട് വീഴ്പിച്ച് കൊണ്ടുപോകണമെന്നൊന്നുമല്ല. ജീവനോടിരിക്കുന്ന രൂപാന്തരമായി പൗലോസ് എഴുതി വെച്ചു. പൗലോസ് ദൈവസഭയുടെ ഉപദേഷ്ടാവാണ്. പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. ഗലാത്യർ 1:1. അപ്പോൾ പൗലോസ് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ ദൈവസഭയുടെ ഉപദേശം പഠിപ്പിക്കാൻ ദൈവമാക്കി വെച്ചവരാണ് പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ. സ്വർഗരാജ്യം തുറന്നു കൊടുക്കാൻ താക്കോല് മേടിച്ചത് പത്രോസാണ്. ആദ്യത്തെ പ്രസംഗത്തിൽ എത്ര പേരെ കയറ്റി? 3000. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ചിന്തിക്കരുത് ഇന്ന് മരിച്ചു പോണ ബന്ധുക്കോസുകാരെല്ലാം മരിച്ച് സ്വർഗത്തിൽ പോകണം ചിന്തിക്കല്ലേ. എന്നെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ മരിച്ചുപോയ വിശുദ്ധന്മാർ ദൈവമക്കൾ ഉയർത്തെഴുന്നേറ്റ് വരാനും രൂപാന്തരം പ്രാപിക്കാനും, രൂപാന്തരം കുഴപ്പമില്ല, ഭൂമിയിൽ ഇരിക്കുന്ന നമുക്കാണെന്ന് വെച്ചോ, ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ സത്യവേദ പുസ്തകത്തിൽ അവനനുസരിച്ച് ജീവിക്കേണ്ട ആത്മീക യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിൽ 3 കാര്യങ്ങൾ ഞാൻ ഈ ദിവസങ്ങളിൽ പ്രധാനമായി പറഞ്ഞുകൊണ്ടിരിക്കുക. 1, ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിച്ചെടുക്കണം. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. 2, ക്രിസ്തുവിൻ്റെ ഭാവം നമുക്കുണ്ടാകണം. 3, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നമുക്കുണ്ടാകണം. ഇത് 3 ഉണ്ടായാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനാണ് ഈ ഉപദേശം പഠിപ്പിക്കുന്നത്. ഈ പത്യോപദേശം പഠിപ്പിച്ച് ദൈവമക്കളെ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ നമ്മൾ വചനം പഠിപ്പിച്ചവരെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ പ്രാപിക്കാതെ ഒരിക്കലും പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം 2 പത്രോസ് 1:4. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ 1 കൊരിന്ത്യർ 2:16. പിന്നെ ക്രിസ്തുവിൻ്റെ ഭാവം ഫിലിപ്പിയ ലേഖനം 2:5. ഇത് എഴുതിയെടുത്തോണേ. ഈ ഉപദേശം പഠിച്ച് ഈ അവസ്ഥയിൽ വരണം നമ്മൾ. ദൈവസഭയിൽ ഈ പ്രമാണം പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ ഭാവവും ക്രിസ്തുവിൻ്റെ മനസ്സും ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവവും ഒക്കെ ഉണ്ടായി വരണം. അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ സജിപ്പാസ്? എനിക്കറിയത്തില്ല. അതാണ് ദൈവവചനം അനുശാസിക്കുന്നത്. വിശ്വാസികളെ കൂട്ടി വരുത്തി ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്. വലിയ സ്വോത്രപ്പാഴ്ച പാത്രം, ഇവിടുത്തെ പാത്രം ഞാൻ കണ്ടു നിൽക്കുകയുള്ളൂ. അത് ചവപ്പട്ടി പോലൊരു പാത്രം, 500, 600, 1000 പേരെ കൊണ്ട് എത്രയും വേണ്ട ഭാഷ, എത്രയൊക്കെ വേണം. ചവപ്പട്ടി പോലൊരു പാത്രമുണ്ട്. ഇപ്പൊ സ്വോത്രവാഴ്ചയുടെ സമയമാണ്, എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. എല്ലാവരും എഴുന്നേറ്റ്. അപ്പോൾ ഒരു പാട്ട് പാടുന്നൊരു മ്യൂസിക് ട്രൂപ്പ്, ഒരു ഉഗ്രനൊരു പാട്ടൊക്കെ പാടും. പാട്ട് കഴിയുമ്പോൾ ഓരോരുത്തരോ ആയിക്കൊണ്ടുവന്ന് എന്ത് ചെയ്യാം? സ്വോത്രവാഴ്ച. ഞാനതിനെതിരൊന്നുമില്ല. സ്വോത്രവാഴ്ച മേടിച്ചല്ലേ ഭാഷന്മാർ ഭക്ഷിക്കേണ്ടത്. പക്ഷെ അവർ ഉപദേശം പ്രസംഗിച്ച് അവരെ വചനം പഠിപ്പിച്ച് മോളിലോട്ട് പോകാൻ അവരെ ഒരുക്കുന്നുണ്ടോന്നാണ് എൻ്റെ ചോദ്യം. അല്ല, കാശ് മേടിച്ച് തിന്നോണ്ടിരുന്നാൽ എൻ്റെ സ്വന്തം ഭാഷയെ പറയാം, ഗട്ടയ്ക്ക് പിടിവീഴും. ഹല്ലേലൂയ. നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തുന്നവരെ ഓർത്തുകൊള്ളുകയും ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കാനാണ് പ്രസംഗിക്കുന്നത്. ഞാനിതൊക്കെ പറയുമ്പോൾ പലരും പറയും, പക്ഷെ ഇതൊക്കെ പ്രസംഗിച്ചാൽ അവർ കേൾക്കുമോ? എൻ്റെ മുമ്പേ കേൾക്കുമോ കേൾക്കാതിരിക്കാന്നുള്ള പ്രസംഗിച്ച് കേൾപ്പിക്കവരെ. അവർ കേൾക്കുമോ കേൾക്കാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം. അതിന് മറുപടി ഉണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പോരെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, നല്ലാത്തൊരു കേൾക്കണ്ട. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ പറയാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. എനിക്കെന്ന കാര്യം? ഇത് പ്രസംഗിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം എന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് യേശുക്രിസ്തുവിനെ കാണിക്കുന്നത്. ഈ ലോകത്തിലെ യാതൊരു സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഇല്ലാതെ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതമായതാണ്. അതുകൊണ്ടാണ് കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ പ്രവചനങ്ങളുടെ നട്ടെല്ലാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം.
ദാനിയേലിന്റെ വേർപാട് എവിടെ തുടങ്ങി? ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒരു ക്യാഷ് പ്രൈസ് തരാം അടുത്ത പ്രാവശ്യം വരും. ദാനിയേലിന്റെ വേർപാട് എവിടെ തുടങ്ങി? പുട്ടടിക്കുന്നതിൽ തുടങ്ങി. 1:8 വായിച്ചേ. ഞാൻ ഇത്തിരി ഹാസ്യരൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാൻ. ദാനിയേൽ പ്രവചനം 1:8 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ, പെടപെടേന്ന് വായിച്ചേ, സമയം പോവുക നമ്മുടെ മുമ്പിൽ. ദാനിയേൽ 1:8. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ട് ആ അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ട് ആ തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ആ ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അതാണ് മതി, അത് മതി. അതാണ് വേർപാട്. വലിച്ചുവാരി തിന്നുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമാണോ ഞാൻ തിന്നുന്നത് കുടിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചോണം. ഗുണമില്ലാത്ത ആഹാരങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആരും ആഹാരം കഴിക്കില്ലെന്നുള്ളത് ഞാൻ പറഞ്ഞു വരികയല്ല. ഇപ്പോൾ ഒരു ഹിന്ദുക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പടം പഴം പായസം കൂട്ടി അവരുടെ ഓണ ദിവസത്തെ തിരികെ തരികയാണെങ്കിൽ ഞാൻ ഇപ്പം കഴിച്ചു വന്നാണെന്നൊരു കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല. അവർ നിവേദിച്ചതും അവർ മന്ത്രം ചെയ്തതും ജപിച്ചതുമായ പല ആഹാരങ്ങളും ഇതര ജാതി മതസ്ഥർ തരുന്നതൊന്നും അത് നമ്മൾ സൂക്ഷിച്ചു വേണം കഴിക്കാൻ. രാജഭോജനം കൊണ്ടും രാജാവ് കഴിക്കുന്ന വീഞ്ഞ് കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കാനില്ല. രാജാവ് കുടിക്കുന്ന വീഞ്ഞ് യഹൂദന്മാർക്ക് നിഷിദ്ധമല്ല, വീഞ്ഞ് കുടിക്കാം. പക്ഷേ രാജാവ് കുടിക്കുന്ന വീഞ്ഞ് അതിഭയങ്കരമായ എന്താ പറയാ ലഹരിയുള്ളതാണ്. അത് വാങ്ങി മോന്തിയിട്ട് തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദാകത്തില്ല. ദാനിയേലിന് അറിയാതെ അവൻ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആളാ. രാജാവിൻ്റെ മുൻപാകെ അവന് പ്രാഗൽഭ്യമുള്ള മറുപടിയാണ്, രാജാവ് കഴിക്കുന്ന വീഞ്ഞു കൊണ്ടും രാജഭോജനം കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കിയില്ല. ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും വേർപാട് വിശുദ്ധി പാലിക്കുന്നില്ല. അവർ മുൻപന്തിയിൽ നിന്നു. ഒരു ബിംബം ഉണ്ടാക്കി രാജാവ് പറഞ്ഞു എല്ലാവരും നമസ്കരിച്ചോളാം. കുഴൽ വീണ തമ്പുരു വീട്ടുമ്പോൾ എല്ലാവരും കമലടിച്ചു വീട് നമസ്കരിച്ചോളാം. അവർ നമസ്കരിച്ചില്ല. അപ്പൊ കൽദയർ വന്നിട്ട് പറഞ്ഞു, രാജാവ് ഇവിടെ കൊണ്ടുവന്ന് ചാപ്പാടൊക്കെ കൊടുത്ത് വളർത്തുന്നില്ലേ, അവരാരും ഇത് ചെയ്യുന്നില്ല കേട്ടോ, ആരെവിടെ പിടിച്ചോണ്ടിരാൻ പറഞ്ഞു. ഇവർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അതേ രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഇനി വിടുവിച്ചില്ലെങ്കിലും ബാക്കി പറ. രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. വേർപാടിന്റെ 2ാം ഘട്ടം ആരാധന. ദൈവഹിതമല്ലാത്ത ആരാധനയിൽ ഞങ്ങൾ പങ്കുകൊള്ളുകയില്ല. പലയിടത്തും വല്ലവരുമൊക്കെ ഊതിയിടുന്നു, ഉന്തിയിടുന്നു, കൊരപ്പിക്കുന്നു, ശിരിപ്പിക്കുന്നു, ഛർദിപ്പിക്കുന്നു, മറ്റേ ചപ്പൻ ചവറും ഒക്കെ ചെയ്യുന്നു. അവിടെ എല്ലാം പോയി നിന്നുകൊണ്ട് തോത്രം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പിശാച് കയറാൻ വേറെ വഴിയൊന്നും വേണ്ട. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഈ ഗതികെട്ടവന്മാരുടെ മുമ്പിൽ ഒരിക്കൽ പോലും പോയി നിൽക്കാൻ ഇടയായിട്ടില്ല. അപ്പൊ പറയും സത്യമാണത്. ഒരിക്കൽ പോയി നിന്നു. എന്തിനാണെന്നറിയാമോ? ഒന്ന് ഊതിയാൽ ഞാൻ നിലത്ത് വീഴാം. വീട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഴുന്നേറ്റ് എല്ലാത്തിനെയും നിലത്ത് വീഴ്ത്തി. അതാണ് എൻ്റെ തീരുമാനം. പ്രാർത്ഥിച്ച് ഞാൻ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ഊത്തുകാരൻ്റെ മുൻപാകെ പോയി നിന്നു. എൻ്റെ പൊന്ന് ദൈവമക്കളെ, ഞാൻ വീണില്ല. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വലിയ വലിയ ചക്ക വെട്ടിയിടുന്ന പോലെയുള്ള ശബ്ദം കേൾക്കാൻ നോക്കുമ്പോൾ അമ്മമ്മമാരിങ്ങനെ വീഴുക, അപ്പപ്പന്മാരിങ്ങനെ വീഴുക. അത് പിടിച്ചു കിടത്താൻ അവരുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. കള്ളൻ അരിവച്ചവന്മാർ, അങ്ങനെ പറയുന്നതിൽ തെറ്റുമില്ല. ഗോത്രാച്ചപ്പിടിങ്ങായിരിക്കുന്നത്. ഒന്ന് വീട് കഴിയുമ്പോൾ എഴുന്നേറ്റ് വന്ന് 500 1000 ഒക്കെ കൊടുത്തിട്ടാ പോകണം. എന്തിനാ? വീണതിനോ? ഞാൻ വായിച്ചു നോക്കിയപ്പോൾ വീഴുന്നവരൊക്കെയും യഹോവ താങ്ങുന്നു എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വീഴുന്നവരൊക്കെയും ദൈവം, പിന്നെ യഹോവന്മാർ വീഴ്ത്തുന്നത് എന്തിനാ? ഇതൊക്കെ ദൈവമക്കളെ മനസ്സിലാക്കുക. ഞാനത് പറയണേണ്ട കാര്യമാണ്. ദാനിയേല്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവരാ ഭക്ഷണത്തിൽ വേർപാട്. രാജാവ് പറഞ്ഞവരോട് അതുകൂടി പറയട്ടെ, നിങ്ങൾ ഈ രാജഭോജനം കഴിച്ച് നല്ല കുട്ടപ്പന്മാരായിട്ട് ഇരുന്നില്ലെങ്കിൽ എൻ്റെ തലയ്ക്ക് എത്തി വെച്ചു ദോഷം സംഭവിക്കും. അതുകൊണ്ട് കഴിക്കണം. ഒരു കാര്യം ചെയ്യും, ഒരു 10 ദിവസം നീ ഒന്ന് പരീക്ഷിച്ച് നോക്കും. എങ്ങനെ പരീക്ഷിക്കണം? ശാഖപദാർത്ഥം. ശാഖപദാർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവനെ നിലനിർത്താൻ വേണ്ടിയുള്ള കോഴിയിറച്ചി മീനുകളൊന്നുമല്ല, നിസ്സാര കാര്യങ്ങൾ. ഒരു 10 ഓക്കെ പരീക്ഷിക്കാം. 10 ദിവസം പരീക്ഷിച്ചപ്പോൾ എന്ത് കണ്ടു? മറുപടി ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞേ. അത് അങ്ങനെ പറഞ്ഞ് ശരിയാകത്തില്ല. അവിടെ വേറെ വാക്യം കിടപ്പുണ്ട്. 10 ഇരട്ടി വിശിഷ്ടരായിട്ട് കണ്ടു. 10 ഇരട്ടി വിശിഷ്ടരായിട്ട് കണ്ടു അല്ലേ? മാംസപുഷ്ടിയുള്ളവരായി കണ്ടു. 10 ഇരട്ടി വിശിഷ്ടർ. മാംസപുഷ്ടി എന്നുള്ളവരെക്കാളുപരി
10 ദിവസം പരീക്ഷിച്ചപ്പോൾ 10 ഇരട്ടി വിശിഷ്ടം. അതാണ് ദൈവമക്കൾ. അപ്പൊ എവിടെ നിന്ന് കിട്ടി ആ ആരോഗ്യം ബലവും? എവിടെ നിന്ന് കിട്ടി ദൈവമക്കളെ? പ്രാർത്ഥിച്ച് കഞ്ഞി കുടിച്ച് കിടന്നാലും ശരി, അത് ബലമാണ്. ഹല്ലേലൂയ, 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 സ്തോത്രം. അപ്പൊ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലായ യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ആ ഭരണത്തിലുള്ള അവകാശം വേണ്ടേ? ആ ഭരണത്തിന്റെ കീഴിൽ നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കണ്ടേ? ഈ ഭൂമിയിൽ ഇന്നത്തെ ഈ പിണറായി ഗവൺമെന്റും ഈ മോദി ഗവൺമെന്റും ഈ ഈ ഈ കൊള്ളരുതാത്ത ഗവൺമെന്റിന്റെ കീഴിൽ ഈ ഭരണം നമ്മൾ അനുഭവിച്ച് 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 വാർദ്ധക്യ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പെൻഷൻ മുടങ്ങിയപ്പോൾ ഒരു ചേട്ടത്തി പിച്ചച്ചട്ടിയുമായിട്ട് എഴുതി ചെണ്ടാന്നറിയാം. ഈ ചേട്ടത്തിന്റെ പേര് പറയാം, അറിയില്ല, മറിയച്ചെടുത്ത് നല്ല കുരിശുമൊക്കെ ഇട്ട് മുറിയെ കൊണ്ട് രാഷ്ട്രീയക്കാരെ പൊക്കിയെടുത്തോളൂ. ഒരു പിച്ചച്ചട്ടിയാണ്, ഞങ്ങൾക്ക് കാശില്ല. എത്ര മാസമായി? 6 മാസമായി ഇത് കിട്ടിയിട്ട് പെൻഷൻ. ആരാ ഭരിക്കുന്നത്? വാളുകളുടെ ഇടയിലൂടെ നടക്കുന്ന വീറോടെ ഭരിക്കുന്ന, ഇവിടെ നാടൻ ഭാഷയൊക്കെ പറഞ്ഞ ഇരട്ടിച്ചങ്ക ഭരിക്കുന്ന ഇരട്ടിച്ചങ്ക. വാളുകളുടെ ഇടയിലൂടെ യാത്ര ചെയ്തവനാ, പുള്ളി മീൻ പഠിക്കുന്നതൊക്കെയാ. പക്ഷെ ഇവിടെ എന്തില്ല? പിച്ചച്ചട്ടി എടുത്ത് ചെണ്ട് കാണാൻ ആൾക്കാരെ. ഞാൻ പുള്ളിയെ കുറ്റം പറയല്ല. ഈ ജനാധിപത്യ ഭരണവും തോറ്റു തുന്നമ്പാടിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ബാബിലോൺ, മേദ്യ, പേർസ, ഗ്രീസ്, റോം. അവസാനം റോം ഭരിച്ചിട്ട് അവസാനം ജനാധിപത്യത്തിലേക്ക് വന്നു. റോമിന്റെ ഭരണം കഴിഞ്ഞ് ആ ജനാധിപത്യവും ഇരുമ്പും കളിമണ്ണും കൂടിയുള്ള ഭരണമാണ്. ആ ഭരണ സംവിധാനവും മനുഷ്യന് ഒരു ഗുണവും ഇല്ലെന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതാ ഇവിടെ ദാനിയേൽ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് 5ാമത്തെ ഭരണ സാമ്രാജ്യം സ്ഥാപിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു. കുരിശ് കിടന്ന കള്ളനും ഒരു വെളിവുണ്ടായി. ഇന്നത്തെ പല കള്ളന്മാർക്കും ആ വെളിവ് കിട്ടുന്നില്ല. പുള്ളി എന്താ പറഞ്ഞത്? ഈ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, അപ്പൊ രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ വിശ്വസിച്ചു. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം, ലൂക്കോസ്, മർക്കോസൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചു വരുന്നവരെ നമുക്ക് കാണുന്നുണ്ട്. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ രാജാവായിരുന്നു. അവൻ വളർന്നത് രാജാവായിട്ടാണ്. അവൻ മരിച്ചത് രാജാവായിട്ടാണ്. അവൻ ഇനി വരുന്നത് രാജാവായിട്ടാണ്. രാജഭരണം നടത്താനാണ് യേശു ക്രിസ്തു സഭയെ ചേർത്തതിന് ശേഷം 7 വർഷത്തെ മഹോദരകാലം കഴിഞ്ഞതിന് ശേഷം അവൻ രാജാവായിട്ട് ഈ ഭൂമിയെ ഭരിക്കാനാ വരുന്നത്. ഈ ഭൂമിയെ, വേറെങ്ങല്ലോ കേട്ടോ, ഈ ഭൂമിയെ ഭരിക്കാനാണ് യേശു ക്രിസ്തു വരുന്നത്. ഈ ഭൂമിയെ ഭരിക്കുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തെ വിധിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ തീരുന്നത്. ഇസ്രായേൽ ഗോത്രം 12-നെയും 12 അപ്പോസ്തലന്മാരും കർത്താവും ന്യായം വിധിക്കുമ്പോൾ ജാതികളായിട്ടുള്ള നമ്മുടെ ഈ ലോകത്തെ ഭരിക്കും, ലോകത്തെ ന്യായം വിധിക്കും, ദൂതന്മാരെ ന്യായം വിധിക്കും. ആ പദവി ലഭിച്ചവരാണ് ദൈവസഭ. നമ്മൾ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി നമ്മുടെ പദവി നഷ്ടപ്പെടുത്തി കളയരുതേ എന്ന് ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളൊന്ന് വായിക്കാം. 11-ന്റെ 6, 7. ചെന്നായി കുഞ്ഞാടിനോടുകൂടി പാർക്കുന്ന ഒരു കാലഘട്ടം. അടുത്ത പുള്ളിപ്പുലി. വയനാടിലെ പുള്ളിപ്പുലി ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? കോലാട്ടുകുട്ടീനെ പിടിച്ചോണ്ട് പോയി. അടുത്ത് നോക്കിയിരുന്ന മനുഷ്യനിട്ട് ഒരു മാന്തം മാന്തി കടിയും വെച്ച് കൊടുത്തു. എത്ര എണ്ണത്തിനെ പുലി പിടിച്ചു? എത്ര എണ്ണത്തെ വന്യമൃഗങ്ങൾ ചവിട്ടിക്കൊല്ലുന്നു? സഹോദരങ്ങളെ, പ്രവാചകൻ ആത്മാവിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യം
സഹോദരി ഇവിടെ വായിച്ചല്ലോ, ഇത് ശ്രദ്ധിക്കണമേ. ചെന്നായി കോലാട്ട് കുട്ടിയോടുകൂടി നടക്കും. അതിന്റെ അർത്ഥം ദുഷ്ടത എന്നുള്ളത് ഈ ലോകത്ത് കാണത്തില്ല. ഹിംസ ജന്തുക്കൾ ആരെയും ഉപദ്രവിക്കത്തില്ല. അവർക്ക് ഭക്ഷിക്കാനുള്ള ആഹാരം സമൃദ്ധമായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാകും. പുള്ളിപ്പുലിക്ക് ഭക്ഷിക്കാനും മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനും ആഹാരം ഈ ഭൂമിയിൽ ഉണ്ടാകും. അവരാരെ ആക്രമിക്കില്ല. കാരണം ഇവിടുത്തെ ഭരണം നടത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവാ. ഇവിടുത്തെ മനുഷ്യർ ഈ ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പുള്ളിപ്പുലി ഇറങ്ങി ഒരുത്തനെ കൊന്നെന്ന് പറയുമ്പോൾ തന്നെ ഉടനെ എഴുന്നേറ്റ ആൾക്കാർ പിണറായി രാജിവെക്കണം, അല്ലെങ്കിൽ മന്ത്രിമാർ രാജിവെക്കണം, അല്ലെങ്കിൽ സ്വത്രം ഇന്ന വകുപ്പിലുള്ളവർ രാജിവെക്കണം, ഞങ്ങൾ വലിയ കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് ഭയങ്കര സമരം നമ്മൾ പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. 1000 ആണ്ട് വാഴ്ച വരുമ്പോൾ പുള്ളിപ്പുലി കുഞ്ഞാടിനോടുകൂടി പറക്കും. അടുത്തത് കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. ഏത് സമയത്താ വരുന്നേ? 1000 ആണ്ട് വാഴ്ചകളായി. ഈ ഭൂമിയിൽ ഒരു ദുഷ്ടത ഉണ്ടാകുകയില്ല. 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ ഒരു ദുഷ്ടത ഉണ്ടാകുകയില്ല. ദുഷ്ടനായ സാത്താന്റെ യാതൊരു പ്രലോഭനങ്ങളും യാതൊരു പ്രവർത്തനങ്ങളും ഇന്ന് കാണുന്നത് പോലെ മനുഷ്യനെ 58 വെട്ട് വെട്ടിയിട്ട് 59ാമത്തെ വെട്ടുവെട്ടാൻ ഇങ്ങനെ ഓങ്ങി നിൽക്കുക. കാരണം എന്താ? പ്രതികാരത്തിന്റെ ജ്വാല സാത്താൻ മനുഷ്യ ഹൃദയങ്ങളിൽ ത്രസിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഈ വെട്ടുന്നവനും പാപമാ, വെട്ടുകൊള്ളുന്നവനും പാപമാ. പിശാചായി ലോകത്തെ ഭരിക്കുന്നത്. പിശാചാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. നമ്മൾ വായിച്ചല്ലോ 20-ാം അധ്യായം പ്രവൃത്തി പുസ്തകം അല്ല വെളിപ്പാട് പുസ്തകം 20 നമ്മൾ എന്താ വായിച്ചത്? 1000 ആണ്ട് വാഴ്ചയ്ക്ക് പറഞ്ഞോ, സാത്താനെ ചങ്ങലക്കിട്ട് ബന്ധിക്കുക. എന്തിനാ? ഒരു ദോഷവും ചെയ്യാൻ. ഒന്ന് മനസ്സിലാക്കി, അത് നമ്മുടെ ബുദ്ധിയോടൊന്ന് മനസ്സിലാക്കി. അപ്പൊ ഇന്ന് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആരാ? ഒരു മനുഷ്യനെ കുത്താനായിട്ട് പ്രേരണ കൊടുക്കുന്ന പിശാചാ. ഈ കുറ്റവാളികളെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോൾ അവർ എന്തിനാ അത് ചെയ്തത്? അപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനിതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ സാറ്, ഒരു നിമിഷത്തിൽ അങ്ങ് ചെയ്തു പോയി. കൊല്ലണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു, വെട്ടണമെന്നൊന്നും ഇല്ലായിരുന്നു, മോഷ്ടിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് അത് ചെയ്തു. കാരണം ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. പിശാച് വെട്ടടാ, കൊല്ലടാ, തിന്നടാ. വാക്യമുണ്ടോ അതിൽ? പറഞ്ഞേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ വാക്യമുണ്ടല്ലോ, അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനും അല്ലാതെ കുറ്റം വരുന്നില്ല, കള്ളം വരുന്നില്ല. കള്ളൻ എന്ന് പറഞ്ഞാൽ വീരപ്പന്റെ കാര്യമല്ല പറയുന്നത്, പിശാചിന്റെ കാര്യമാണ്. ഈ ലോകത്ത് നടക്കുന്ന സകല അനീതികളും അക്രമങ്ങളും കൊലപാതകങ്ങളും ഭീകര പ്രവർത്തനങ്ങളും നിങ്ങൾ വിചാരിക്കുന്നു ഹമാസുകാരെല്ലാം ഭീകരന്മാരാണ്. അല്ല, പിശാചിന്റെ നേതൃത്വത്തിന് കീഴിൽ അവരായിപ്പോയി. മനസ്സിലായില്ലേ? ഒരു നീചനായ ഭരണാധിപൻ വന്ന് പിശാചിനാൽ ഭരിക്കപ്പെട്ടവനായി പിശാചിന്റെ ആശയങ്ങൾ വേദപുസ്തകത്തെ നേരെ തിരിച്ചെഴുതിയവര്. മനസ്സിലാണല്ലോ? നമ്മൾ തലയെ തുണിയിടുന്നു പറയും, ഇവര് തലയെ തുണിയിടുന്നു. അറിയുള്ളൂ. മനസ്സിലായി? എന്ത് ചെയ്തു? അതായത് ഇസ്മേലിന്റെ സന്തതി ഇസേക്കിന്റെ സന്തതിക്ക് നേരെ എതിരെ പറഞ്ഞു. അല്ലേ? ബാക്കിയല്ലേ? എതിരാണ് അവർ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നതെല്ലാം എതിരാ. സത്യവേദ പുസ്തകത്തെ കോട്ടിക്കളഞ്ഞിരിക്കുക, വചനത്തെ കൂട്ടിച്ചേർത്തിരിക്കുക, വചനത്തെ മറിച്ചു കളഞ്ഞിരിക്കുക, തിരുവചന സത്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനത്തെ പഠിപ്പിച്ച് ജനത്തെ അക്രമാസക്തമുള്ളവരാക്കി മാറ്റി ജനത്തെ പരസ്പരം കടിച്ചു കീറുന്ന അവസ്ഥയിലേക്ക് ഈ സാത്താൻ അവരെ മാറ്റിവെച്ചിരിക്കുകയാണ്. പണ്ട് ഈ പ്രാർത്ഥന എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞങ്ങളെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചപ്പോൾ വാർഫയർ എന്നൊരു വിഷയം ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. കാരണം യുദ്ധം, പ്രാർത്ഥന യുദ്ധം നടത്താൻ ആരോടാണ്? അടുത്തുള്ള സഭക്കാരനോട്. ഈ ദേശത്തുള്ള നിങ്ങളിവിടെ സുവിശേഷ പ്രവർത്തനം നടത്താൻ പോകും. അന്ധകാര ശക്തിയോട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ ദുഷ്ടാത്മസേനോടത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യം സുവിശേഷ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിൽ
ദൈവസഭ കൂടി വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആ ദേശത്തിന് വേണ്ടി ദിവസങ്ങളോളം പ്രാർത്ഥിച്ച് ആ ദേശത്തുള്ള ദേശാധിപതികളെ, ആ ദേശത്ത് അധികാരം ചെലുത്തുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങളെ, ഈ പന്നികളുടെ മേല് കയറിയ ഭൂതത്തെ ശാസിക്കാനായിട്ട് ചെന്നപ്പോ പന്നികൾ യേശുവിനോട് പറഞ്ഞ ഭൂതങ്ങൾ യേശുവിനോട് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞു, ഞങ്ങളെ ഈ ദേശത്തിൽ നിന്ന് അയച്ചു കളയരുതേ, ഞങ്ങൾ ഇവിടെ വാണോട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുക, നീ ഞങ്ങളെ മാറ്റാനൊന്നും പറയണ്ട, ഞങ്ങൾ ഇവിടെയും കഴിയും, ഞങ്ങളിവിടെ കഞ്ഞിയെ കുടിച്ച് ഇങ്ങനെ പൊക്കോട്ടെ, ഞങ്ങളിവിടെ മനുഷ്യനെ തമ്മിൽ അടിപ്പിച്ച് ഞങ്ങൾ കഴിഞ്ഞോട്ടെ. അതാണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. ഓരോ ദേശത്തും വസിക്കുന്ന, ഇപ്പൊ ഈയിടയ്ക്ക് ആരാണ്ടും പറയണ്ടായി ഇന്ന സ്ഥലത്താണ് ഏറ്റവും പിശാചിന്റെ പ്രവൃത്തി കൂടുതൽ. കൂടുതലും കുറവാകെ കാണുമായിരിക്കാം. സർവ്വ ലോകവും ദുഷ്ടന്റെ അധികതയിൽ എങ്ങുമില്ല വിമുക്തമായിട്ട്. ദുഷ്ടന്റെ അധികാരമില്ലാത്ത സ്ഥലത്ത് പോയി വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ചുറ്റും നടക്കില്ല വേല. എവിടെ പോയാൽ ഈ പിശാചുണ്ട്. ആദാമും അവയും അരുതെന്നുള്ള പഴം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിന്മേലുള്ള നിയന്ത്രണം മുഴുവൻ സാത്താന്റെ കയ്യിലേക്കായി. വീടെന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം, ഇത് മുഴുവൻ എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആര് ഭരമേൽപ്പിച്ചു? ആദിമ പിതാക്കന്മാർ ലോകത്തിന്റെ ഭരണസാരഥ്യം പിശാചിന്റെ കയ്യിലോട്ട് കൊടുത്തു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അത് ദൈവപുത്രൻ വന്ന് ഈ ഭൂമിയെ സ്വത്രം പാപത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കുവാൻ തന്റെ രക്തം കൊടുത്തു വീണ്ടെടുത്തു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ട്. അവരെ രക്ഷിച്ചെടുത്തതിന് ശേഷം, സഭയെ ഇവിടുന്ന് ചേർത്തതിന് ശേഷം പിശാചിന്റെ കയ്യിലേക്ക് ഭൂമിയെ ഏൽപ്പിച്ചു കൊടുക്കും. അവസാന വ്യക്തിയെയും തകർത്ത് തരിപ്പണമാക്കുന്ന നിലയിൽ ഇവിടെ ശത്രുവിന്റെ സംഹാരതാണ്ഡവം നടക്കും. അന്ന് യഹൂദൻ കുത്തിയവങ്കിലേക്ക് നോക്കുവാൻ യഹൂദനെയും പിശാചിട്ട് വീഴ്ത്തും. അവന്റെ ബിംബത്തെ ആലയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് അവൻ മനസ്സിലാകുന്നത്, ഇവൻ മശീഹയല്ലല്ലോ ദൈവമേ എന്ന് മനസ്സിലാക്കും. അന്നവൻ വിലപിക്കാൻ തുടങ്ങും. പിശാചവനെ അടിച്ചു നുറുക്കി ഇവന്റെ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് 2/3 നശിപ്പിച്ചു കഴിയുമ്പോൾ അവർ കുത്തിയവങ്കിലേക്ക് നോക്കി അവർ അനുഭവിക്കും. ആ സമയം അവർക്ക് റിലീസുണ്ട്. അവരെ ഉദ്ധരിക്കാൻ വരുന്നവരെ ദൈവം നശിപ്പിച്ചു കളയും. അങ്ങനെയുള്ള വലിയ വിഷയങ്ങളെല്ലാം നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ സംഭവിക്കാം. ആ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ദൈവമക്കളാകുന്ന ദൈവസഭ, പെന്തക്കോസ്ത് സമൂഹം, രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, പരിശുദ്ധാഭിഷേകം പ്രാപിച്ചവർ, വിശുദ്ധിയിൽ മറുപറഞ്ഞ് ജീവിക്കുന്നവർ ഒരുങ്ങിയിരിക്കണമെന്ന് പറയാനാണ് ഇന്ന് കാലം ഞാൻ നിങ്ങളുടെ ആത്മനിയോഗത്താൽ ഈ ദൂതി വിളിച്ചു പറയുന്നത്. ഈ ലോകത്തിന്റെ ചീട്ട് കീറാൻ പോവുകയാണ്. ഈ ലോകത്തിന്റെ പാപങ്ങളെ ന്യായം വിധിക്കാൻ പോവുകയാണ്. ഈ ലോകത്തിന്റെ മേൽ ദൈവത്തിന്റെ ശിക്ഷ വീഴാൻ പോവുകയാണ്. ഈ ലോകത്തിൽ നിന്ന് പാപമോചനം പ്രാപിച്ചവരെ കർത്താവ് വന്ന് ചേർക്കാൻ പോവുകയാണ്. അതിനുശേഷം 7 വർഷത്തെ മഹോദരകാലവും അതിനുശേഷം 1000 ആണ്ട് വാഴ്ച തുടങ്ങാൻ പോകുന്നു. ആർക്കങ്ങോട്ട് പോകണം? പുള്ളിപ്പുലിയും ആരൊക്കെ ഒന്ന് വായിച്ചാൽ ഒന്നുകൂടി വായിച്ചാൽ വായിക്കും. പാർക്കും. അടുത്ത ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. തീർന്നോ? 9 വരെ. സമുദ്രം ശ്രദ്ധിക്കണം, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമി മുഴുവൻ യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുക. ഇന്നങ്ങനെയാണോ? ഇന്ന് ദൈവ ലോകത്തെ ഭരിക്കുന്നത് പാപം ചെയ്ത മനുഷ്യരാണ്. ഞാനതിന് സാധാരണ പറയുന്നത് റോമാലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ 18 മുതൽ 32 വരെ വാക്യത്തിൽ കിടക്കുന്ന പാപം ചെയ്തുകൊണ്ടിരിക്കുക ലോകം ഭരിക്കുന്നത്. ഇത് വായിക്കാൻ സമയമില്ല, നിങ്ങളെല്ലായിടത്തും വായിച്ചോണം. റോമർ 1-ന്റെ 18 മുതൽ 32 വരെ കിടക്കുന്ന ആ മനുഷ്യരാണ് ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പാപം ചെയ്ത ഒരു മനുഷ്യന്റെ വലിയ പട്ടികയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന് ഓടിച്ചു വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോകുന്നതിൽ വെളിപ്പെടുന്നു. വെളിവാക്കി അല്ലേ? ആമേൻ. അടുത്ത സ്വത്രം അവരുടെ പ്രതിവാദമില്ലാതിരിക്കേണ്ടതിൽ തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയും
നന്ദി കാണിക്കുകയോ ചെയ്യാതെ ആമേൻ. നിരൂപണങ്ങളിൽ ആ വ്യർത്ഥരായിത്തീർന്നു. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ആ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി. ആ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, ആ. പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി മാറ്റി. മാറ്റിക്കളഞ്ഞു. അടുത്ത അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേക്ക്. ആമേൻ. അടുത്ത ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അതാണ് ഏറ്റവും വലിയ പാപം. അടുത്ത അവനെന്തേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ആമേൻ. അതുകൊണ്ട് അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അതുകൊണ്ട് അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അടുത്ത അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ ആ സ്വഭാവ വിരുദ്ധമാക്കി മാറ്റി. ആമേൻ. സ്തോത്രം. അവണ പുരുഷന്മാർ ആ സ്വാഭാവിക സ്ത്രീഭോഗം സ്തോത്രം. ഹല്ലേലൂയ. ആണോടാണ് അവലക്ഷണമായിരുന്നു. അടുത്ത ഇങ്ങനെ അവർ തങ്ങളുടെ വിദ്യമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. തന്നെ പ്രാപിച്ചു. ആ ഇനി അടുത്തതാ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് സ്തോത്രം. സ്തോത്രം. ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിലേക്ക്. നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കളഞ്ഞു. നികൃഷ്ട ബുദ്ധിക്ക്. ഈ ലോകത്തിൽ കിടക്കുന്ന മനുഷ്യരൊക്കെ നികൃഷ്ട ബുദ്ധികളാണ്. ഇനി ഞാനതങ്ങ് പെട്ടെന്നങ്ങ് വായിക്കാം. ദൈവത്തെ പരിചാരത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തൊരു തക്കവണ്ണം ദൈവം ഒരു ഉചിതമല്ല ചെയ്യുവാൻ ദുഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. 21 കൂട്ടം പാപം ചെയ്ത് അന്യപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യവർഗമാണ് ഈ ഭൂമിയെ ഭരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും ട്രംപ്, ഒരു ട്രംപും ഇല്ല ഇവിടെ. എല്ലാം പാപം ചെയ്തുകൊണ്ടിരിക്കുക. ആ പാപം നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ രഹസ്യ പാപങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അപ്പൊ ഈ വീണുപോയ മനുഷ്യനാണ് ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എവരിലൂടെ സാത്താന്റെ പ്രവൃത്തി ശക്തമായി നടമാടിക്കൊണ്ടിരിക്കുക. ഈ ഗ്രൂപ്പിൽ കിടന്ന നമ്മെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് പുതുപുത്ത പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് അഭിഷേകത്താൽ നിറയപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും വന്ന് കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് വരും. അങ്ങനെ ചേർത്തുകൊണ്ടവരെ സ്വർഗത്തിൽ അവരെ ആക്കിയതിനു ശേഷം ഈ ഭൂമിയിൽ എന്ത് ചെയ്യും? 7 വർഷത്തെ മഹോദരകാലം. ആ മഹോദരകാലം കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം 4 സാമ്രാജ്യങ്ങൾ ഈ ലോകത്തെ ഭരിച്ചു. അവസാന സാമ്രാജ്യമായ റോമിന്റെ അവസാന ഭാഗം കാണുന്നത് കാൽ കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടാണ്. അതായത് മാനവകുലത്തിന് ഈ ഭരണം ഒന്നും ശരിയാകത്തില്ലെന്നാണ്. കളിമണ്ണും ഇരുമ്പും ചേരാത്തതുപോലെ മനുഷ്യന്റെ ഭരണം ലോകത്തിൽ ഒരിക്കലും ശരിയാകത്തില്ല. കാരണം വീണുപോയ മനുഷ്യനാണ്. റോമർ 1:18 മുതൽ 32 വരെ ഇവിടെ വായിച്ചു കേട്ടു. ആ ഗ്രൂപ്പിൽ കിടക്കുന്ന മനുഷ്യൻ എന്നാ ഭരിക്കാനാ? അവൻ ഭരിച്ച് എന്നാ നല്ലതുണ്ടാക്കാൻ ഇവിടെ? ആ ദുഷ്ടത ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ? ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുപോയ മനുഷ്യനല്ലേ? അവർക്കൊന്നും ചെയ്യാൻ കഴിയും. അവർ ചെയ്യുന്നുണ്ടാ ജനം കിടന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് മറിയച്ചെടുത്ത് ചട്ടി എടുത്ത് തെണ്ടുന്നത്. അതുകൊണ്ടാണ് ഭരണം സുസ്ഥിരമല്ലാതിരിക്കുന്നത്. അതുകൊണ്ടാണ് മണിപ്പൂരിൽ വെട്ടി വീഴ്ത്തുന്നത്. അതുകൊണ്ടാണ് പലയിടത്തും ക്രിസ്ത്യാനികളും മറ്റിതര മാതിവർഗക്കാരെല്ലാം ഘോരമായി പീഡിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? നീതിയോടൊരു ഭരണം നടത്താൻ ആർക്കും കഴിയുന്നില്ല. പരാജയപ്പെട്ടു പോകുന്നു സഹോദരങ്ങളെ. എന്നാൽ സ്തോത്രം, വേദപുസ്തകത്തിൽ നോക്കിക്കോ. സ്തോത്രം. യെശയ്യാപ്രവചനം 32:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ഹല്ലേലൂയ. പെട്ടത് വായിച്ചാട്ട്. യെശയ്യാപ്രവചനം 32:1 മുതൽ വായിക്കുക. അതുകൂടി വായിച്ച് നമ്മള്. ഒരു രാജാവ് നീതിയോടെ രാജഭരണം നടത്താനായിട്ട് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് നീതിയോടെ വാഴും.
ഇന്ന് ഭരണം നടത്തുന്നവർക്ക് നീതിയില്ല. അവർ അനീതിയുടെ രാജാക്കന്മാരാണ്. അവർ സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. എന്നാൽ ഒരു രാജാവ് നീതിയോടെ വാഴും. അതാണ് യേശു ക്രിസ്തു. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് അവനാണ്. അടുത്ത പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ആ ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും ആ പിശറിനൊരു സങ്കേതവുമായി ആയി വരണ്ട നിലത്ത് ആ നീർത്തോടുകൾ പോലെയും ആ ക്ഷീണമുള്ള ദേശത്ത് ആ ഒരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കും. കാണുന്നവരുടെ കണ്ണ് ആ ഇനി മങ്ങുകയില്ല, വാങ്ങുകയില്ല. കേൾക്കുന്നവരുടെ ചെവി ആ ശ്രദ്ധിക്കും, ആ അവിവേകികളുടെ ഹൃദയം ആ പരിജ്ഞാനം ഗ്രഹിക്കും. വിക്കന്മാരുടെ നാവ് നാവ് തടവില്ലാതെ തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ വിക്കന്മാരില്ല ഇവിടെ, കുരുടന്മാരില്ല ഇവിടെ, മുടന്തന്മാരില്ല. എല്ലാ മനുഷ്യരും പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീരും. കാരണം ഭരണസാന്നിധ്യം കർത്താവായ യേശു ക്രിസ്തുവാണ് നടത്തുന്നത്. യേശു ക്രിസ്തു രാജാവായിരിക്കുമ്പോൾ രാജ്യത്തിലെ പ്രജകൾക്കൊന്നും ഒരു ന്യൂനതയും കാണുന്നില്ല. ഓ ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും നമ്മളൊക്കെ രോഗം കൊണ്ട് പല നിലയിൽ സ്വന്തം ബുദ്ധിമുട്ടും, മുട്ടിന് വേദന, അവിടെ വേദന, ഇവിടെ വേദന. 1000 ആണ്ട് വാഴ്ചയിൽ രൂപാന്തര ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഭക്ഷണം വേണ്ട, അതിന് വെള്ളം വേണം. വേണ്ടെങ്കിൽ ഭക്ഷിക്കാം, വേണ്ടെങ്കിൽ ഭക്ഷിക്കണ്ട. ആരോഗ്യമുള്ളവരായി തീരും, ദൂതതുല്യരായി തീരും. സന്തോഷം, നിത്യാനന്ദം നമുക്കുണ്ടാകും. ഇന്ന് ദുഃഖം മാറിയിട്ട് നേരമില്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ യേശു ക്രിസ്തു ഭരിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറും, നമ്മുടെ കഷ്ടതകളെല്ലാം മാറും. മുടന്തനിനി ഇല്ല, ഊമനിനി ഇല്ല, ചെകിടനിനി ഇല്ല, കുരുടനിനി ഇല്ല. എല്ലാവരുടെയും കണ്ണുകൾ തുറന്നു വരും. എനിക്കറിയാം ഒത്തിരി പാസ്റ്റർമാർ കണ്ടുകൊണ്ടിടാത്തവരുണ്ട്, ഒത്തിരി പാസ്റ്റർമാർ ചെവിയോടെ അടുത്തവരുണ്ട്, ഒത്തിരി പാസ്റ്റർ സംസാരിക്കാൻ കഴിയാത്തവരുണ്ട്, ഒത്തിരി ദൈവമക്കൾക്ക് അവർക്ക് നടക്കാൻ പറ്റാത്തവരുണ്ട്. 1000 ആണ്ട് വാഴ്ചയിൽ ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ച് നീ മരിച്ചാൽ 1000 ആണ്ട് വാഴ്ചയിൽ യേശുക്രിസ്തുവിന്റെ ഭരണം നടക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ള ദൂതതുല്യരായ ഒരു ശരീരം നിനക്ക് കിട്ടും. അതാ ഇവിടെ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു രാജാവ് നീതിയോടെ വാഴും. ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം ചിന്തിച്ചാൽ ഇന്നത്തെ രാജാക്കന്മാർ നീതിയോടെ അല്ല വാഴുന്നതാണ് എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഒരു നീതിയില്ല. പണ്ടാരെന്ന് പറഞ്ഞ ഒരുത്തൻ ഒരു സ്ഥലത്ത് മധു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്തോ ഭക്ഷണത്തിന് വേണ്ടി ഒരു കടയിൽ കയറി ഭക്ഷിച്ചപ്പോൾ അല്ലേ അവരെ പിടിച്ച് തല്ലിക്കൊന്നില്ലായിരുന്നു. ഇവിടെ മറ്റുള്ളവരെ കുത്തി വളർത്തുന്നവൻ നെഞ്ചു വിളിച്ച് നടക്കുമ്പോൾ വിശപ്പ് മാറ്റാൻ ഇച്ചിരി ആഹാരം ഭക്ഷിച്ചവരെ തല്ലിക്കൊല്ലുന്നു. കാരണം എന്താ? അവർക്ക് വേണ്ടി വാദിക്കാൻ വക്കീലുകളുണ്ട്, അവർക്ക് വേണ്ടി പണം മുടക്കാൻ ആൾക്കാരുണ്ട്. രാഷ്ട്രീയ കൊലപാതകം നടത്തി പാർട്ടി ഓഫീസുകളിലും അവിടെ ഇവിടെയൊക്കെ അഭയം പ്രാപിച്ച് അവരെ സുന്ദരമായി വിലസുമ്പോൾ, പാർട്ടി ഫണ്ട് കൊണ്ട് അവർ സന്തോഷിക്കുമ്പോൾ, അവരുടെ കുടുംബങ്ങൾ സന്തോഷത്തോടെ കഴിയുമ്പോൾ അവരുടെ വെട്ടുകളേറ്റ്, അവരുടെ പീഡകളേറ്റ് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനം നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇവിടുത്തെ നീതിയുള്ള ഭരണമല്ല. എന്നാൽ യെശയ്യാവ് പറയുന്നു ഒരു രാജാവ് നീതിയോടെ വാഴാൻ. ഹല്ലേലൂയ. സർപ്പം പൊത്തിൽ കളിക്കുന്ന, സർപ്പമുള്ള പൊത്തിൽ കുഞ്ഞുങ്ങൾ കളിക്കുന്ന കാലം വരാൻ പോകുന്നു. നേരത്തെ ഇവിടെ വായിച്ചല്ലോ, പുള്ളിപ്പുലിയോടുകൂടി സ്തോത്രം കുഞ്ഞാട്ടിന്റെ കുട്ടികൾ കളിക്കുന്ന സന്ദർഭം വരാൻ പോകുന്നു. ഒരു രാജാവ് നീതിയോടെ വാഴാൻ. ഈ വിശദമായ പഠനത്തിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരും. കണ്ണുകളടയ്ക്ക് എല്ലാവരും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. സ്തോത്രം, സ്തോത്രം. വിശദമായ പഠനങ്ങൾ ഒരുപക്ഷെ രണ്ട് ക്ലാസ്സുകൾ കൂടി കണ്ടേക്കാം. സ്തോത്രം. വിഷയങ്ങൾ തീരുന്നതനുസരിച്ചാണ് ഞാൻ അത് ക്ലാസ് നിർത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സന്തോഷിക്കാൻ വകയുണ്ട്, നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഒരു രാജാവ് ഈ ഒരു ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. അനീതിയുള്ള രാജാക്കന്മാരെല്ലാം ദൈവം തൂത്തെറിയാൻ പോവുക. ബാബിലോൺ, മേദ്യ, പേർസ, ഗ്രീസ്, റോം, ഈ ലോകം ഭരിച്ച വമ്പന്മാരെ എല്ലാം ദൈവം തൂത്തെറിഞ്ഞിട്ട് ദൈവപുത്രനായ യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. ആ ഭരണത്തിന്റെ കീഴിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ദൈവമക്കളെ. ആ ഭരണത്തിന്റെ കീഴിൽ നമുക്ക് ആനന്ദിക്കാൻ വകയുണ്ട് ദൈവമക്കളെ. നമ്മുടെ കഷ്ടതകൾ മാറുന്ന, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കപ്പെടുന്ന, നമ്മുടെ പീഡകൾ മാറുന്ന, നമ്മുടെ വ്യഥകൾ മാറുന്ന, നമ്മുടെ രോഗങ്ങൾ മാറുന്ന, മനുഷ്യകുലത്തിലെ സകല പ്രശ്നങ്ങൾക്കും തിരശീല വീഴുന്ന ഒരു സുന്ദരമായ 1000 ആണ്ട് വാഴ്ച കർത്താവ് നമുക്ക് വേണ്ടി തരാൻ പോവുകയാണ്. രാജാധിരാജൻ മഹിമയോടെ
വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ
സ്തോത്രം. ഒരു രാജാവ് നീതിയോടെ വാടാൻ വരും. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടവരെ 7 വർഷത്തെ മഹോദരകാലത്തിന് ശേഷം, പാട്ടിലൊക്കെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കർത്താവ് വരുന്നത് തൻ്റെ സഭയെ ചേർക്കാനാണ്, മണവാട്ടി ചേർക്കാൻ ആദ്യത്തെ വരവ്. അത് കഴിഞ്ഞിട്ടാണ് രാജാവായി വരുന്നത്. പാട്ടൊക്കെ അങ്ങനെ തലതിരിഞ്ഞൊക്കെ കിടക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. കർത്താവ് നമ്മുടെ ദുഃഖങ്ങളെ മാറ്റാൻ പോവുക, കഷ്ടതകളെ മാറ്റാൻ പോവുക, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി മണിയറയിൽ ചേർക്കാൻ പോവുക. രാജാവായ ക്രിസ്തുവിൻ്റെ രാജഭരണത്തിൻ്റെ കീഴെ 1000 വർഷം സന്തോഷ സമൃദ്ധിയിൽ, പ്രത്യാശയുടെ നിറവിൽ, ആനന്ദത്തിൻ്റെ തീർപ്പിൽ, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടുകൂടെ രാജാവായ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മൾ സന്തോഷിക്കാൻ പോകുന്നു. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കിട്ടാത്ത ഏറ്റവും വലിയ പദവി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക്. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നവർക്കാണ് ഈ പദവി ലഭിക്കുന്നതെന്ന് ഞാൻ ശക്തമായ ഭാഷയിൽ പറയുക. അത് നമുക്ക് ലഭിക്കുവാൻ വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, നമ്മൾ കേട്ടതുപോലെ എല്ലാ നിലയിലും വിശുദ്ധി വേർപാടും പാലിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഈ ചെറിയ സന്ദേശം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. എല്ലാവർക്കും ഒന്ന് സ്തോത്രം, എല്ലാവരും സ്തോത്രം ചെയ്യണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 ഹല്ലേലൂയ. പ്രിയ ജിൻഡോ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കും. സ്തോത്രം, പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വത്രം, സ്വത്രം, ജീവിതത്തിലേക്ക് സകല ദോഷങ്ങളെ മറ്റുള്ളവരെ അതിനു വേണ്ടി ഒരുക്കുകയും വചനമനുസരിച്ച് ജീവിക്കുവാൻ, പ്രമാണിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സ്തോത്രം. സ്വത്രം, 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 സ്വത്രം. ആമേൻ, ആമേൻ.